അപ്പൊ അരമണി എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന മണി അതെ, തന്നെ. അപ്പൊ അത് അരഞ്ഞാണം. അപ്പം ശരിക്കും അത് സത്യത്തിൽ അവിടെ ഒരു സംയോഗം നടന്നിട്ടുണ്ട്. ഇറോട്ടിക്കാണ് ആ പാട്ട്. അത് ആദ്യ ശ്രമത്തിൽ അവർ സമ്മതിച്ചില്ല. ക്രമേണയാണ് അവർ സമ്മതത്തിലേക്ക് വരുന്നത്. അതും സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. ഈ പ്രണയ നൈരാശ്യത്തിൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുകൾ അത് വരും. കാരണം എനിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായ ആളാണ്. അല്ല, ഇന്ദ്രധനുസ് മഴവില്ലാണ്. ഇന്ദ്രന്റെ ധനുസ്, ഇന്ദ്രന്റെ വില്ല്. ആ ദേവനും അനുരാഗിയാവും അമ്പലപ്രാവ്യ. കുഴപ്പമില്ല, കാരണം അങ്ങർക്ക് ദേഷ്യം വരില്ല. ശിവന് ദേഷ്യം വരില്ല. ശിവനും പ്രണയിയാണ്, ശിവനും അനുരാഗിയാണ്. അവളുടെ തങ്കവിഗ്രഹം വിജയിച്ച സ്ഥിതിക്ക് പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, നിങ്ങൾ താമരയായിട്ട് ഇങ്ങനെ വിരിഞ്ഞോ? അതെ അതെ അതെ. ഇവളുടെ ശരീരം കണ്ടപ്പോൾ അവളുടെ അത്രയും സൗന്ദര്യം എനിക്ക് ഇല്ലാന്ന് തോന്നി. താമര പോലെ അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു എന്ന് പറയുന്നുണ്ട്. അവളുടെ അശ്രുബിന്ദു അയാളുടെ സ്വപ്നബിന്ദു ആവുന്ന സാഹചര്യം. അവൾ വേറെ ഒരാളുടെ കാമുകയായിരുന്നു. ഓ, സിനിമയിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. സന്ദർഭമല്ല, സിനിമയിലില്ല, അതെന്റെ ജീവിതം. പടത്തുകടയിൽ പാടും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രണയിക്കാത്ത ഒരു മനസ്സുമില്ല, അതാണ് ഉദ്ദേശം. അപ്പൊ ചുണ്ടും ചുണ്ടും ചേരുന്നത് തന്നെയാണ്, ചുണ്ടും തമ്മിൽ ചേരുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പരസ്യമായി പറയാതെ അത് കവിതയിൽ പറഞ്ഞു. ചെമ്പകത്തൈകൾ പൂത്ത എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയാണോ സങ്കല്പിച്ചത്? അവിടെ പൊന്നമ്പിളി ചുംബനം കൊള്ളാൻ അത് ഒരിക്കലും കിട്ടില്ല. പക്ഷെ എന്നാലും അത് ചുംബനം കൊള്ളാൻ ഒരുങ്ങി ഇറങ്ങി നടക്കുകയാണ്. കാർമേഘവർണ്ണല്ലേ, വാർമേഘവർണ്ണ ഒരു വാർമേഘം വെച്ചാൽ നല്ല സുന്ദരമായ മേഘം എന്നർത്ഥം. വാർ എന്നുള്ള വാക്ക് ഇതിനോട് സുന്ദരം എന്ന് ആയെന്ന് അർത്ഥം വരും. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകം എഴുതി കഴിഞ്ഞ വരി. അതങ്ങനെ വന്ന എന്തുകൊണ്ടാ? ചൂണ്ടുണ്ടാ തന്നാതനാന തന്നാതനാന തന്നാതാന പാടാൻ ഒരു ബുദ്ധിമുട്ടുമല്ലേ? ഇതാ ബുദ്ധിമുട്ട്. Let us wear the thorns of love. നീ പ്രണയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൾക്കിരീടമാണത് എന്ന് അറിഞ്ഞിട്ട് എടുത്തായിരിക്കണം. അങ്ങനെയാണെങ്കിലും ഞാൻ മംഗളം നേരുന്നു. ഇത്രയും പൊളൈറ്റായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാമുകൻ, ഒരു അസാധ്യ കാമുകനാണ്. എന്താണ് നിർമ്മല ശൈലിയാണ് അത്. അവിടെ വേറൊരുത്തം കിടന്നിട്ടില്ല. അങ്ങനെ ഒരു അർത്ഥം, അതാണ് അർത്ഥം. ഓ, ആ ഒരു സാധ്യത എനിക്കറിയില്ല. ചോദിക്കാം, ചന്ദനമാണ് ഊറുന്നത്, ഇവനെങ്ങനെ അറിഞ്ഞു? അവൻ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ നല്ല സുഗന്ധമാണ് അവർക്ക്. ചില കാമുക അടുത്ത് നിന്നാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും വേപ്പിൻ്റെ. അത്രയും വികാര തീവ്രമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വിരഹം അത്രയും ഭ്രാന്തമായിട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ? റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, എൻജിനീയർ ശ്രീകുമാരൻ തമ്പി സാറാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം സാർ. സാർ സിനിമയുടെ സമസ്ത മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3000-ഓളം പാട്ടുകൾ എഴുതി, പല തരത്തിലുള്ള പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെ. അതുപോലെ 85 തിരക്കഥകൾ എഴുതി, 30 സിനിമകളുടെ സംവിധായകൻ, 26 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു. വലിയൊരു അനുഭവമാണ്. പക്ഷേ ഈ അടുത്ത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ റിലീസിംഗ് ആയിരുന്നു അതിൻ്റെ. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ കേട്ടിട്ട് കുട്ടികൾ അതിനകത്ത് നൃത്തം കളിക്കുകയാണ് തിയേറ്ററിനകത്ത്. ഈ കാലഘട്ടത്തിലും ആ പാട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ, അതായത് കഴിഞ്ഞ മാസമാണ് അത് സംഭവിക്കുന്നത്, വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പാട്ടുകൾ ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരാണ്. എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഞാൻ 28 വയസ്സിലും 29 വയസ്സും എഴുതിയ പാട്ടുകൾ ഇന്നത്തെ കുട്ടികൾ പാടുന്നു. അപ്പോൾ ചില സമ്മേളന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ കൂടി വരും. ഓട്ടോഗ്രാഫ് വേണം, സംസാരിക്കുക, അപ്പോൾ ഫോട്ടോ എടുക്കണം. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ എങ്ങനെ അറിയാം? ഞാൻ പടമൊന്നും എടുക്കുന്നില്ലല്ലോ. ഞാൻ പടം എടുത്ത കാലം കഴിഞ്ഞു, ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. യൂട്യൂബ് ഉണ്ടല്ലോ സാറേ, ഞങ്ങളുടെ യൂട്യൂബിലൂടെ ആണ് സാറിനെ മനസ്സിലാക്കുക. സാറിൻ്റെ പാട്ടുകൾ എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. കാരണം എനിക്ക് തന്നെ ഒരു തിരിച്ചറിവാണ്. എന്നെ സംബന്ധിച്ചോളം ഈ പാട്ടുകൾ എഴുതുമ്പോൾ എനിക്കൊരു നിഷ്കർഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ആ കഥാസന്ദർഭത്തിന് അനുയോജ്യമായിരിക്കണം. അതേസമയം ഈ സിനിമ കഴിഞ്ഞാലും ഓർക്കത്തക്ക എന്തെങ്കിലും ആ പാട്ടിലുണ്ടാവണം. അത് ഫലം ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സാറേ, ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇത് 3 പ്രാവശ്യം റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യം റിലീസ് ചെയ്തു സിന്ധുവിൽ. ഞാൻ തിരക്കഥ എഴുതിയ പടം. ഞാൻ തിരക്കഥയും പാട്ടുകൾ എഴുതിയ പടമാണ് സിന്ധു. അതൊരു ഫാസ്റ്റ്
ആയി തുടങ്ങുന്ന പാട്ടാണ്. പക്ഷേ ലാസ്റ്റ് ചരണം അത് സ്ലോ ആകും. നായകൻ പാടുമ്പോൾ പിണങ്ങി നിൽക്കുന്ന ഭാര്യ അത് കേൾക്കുകയാണ്, അവൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആദ്യ ഭാഗം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പാടുന്നു, പക്ഷെ അവസാനം വരുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് പോകുന്നു ആ പാട്ട്. അതാണ് അങ്ങനെ ചെയ്യാൻ കാരണം. അതിപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് പാട്ടിൽ കൊണ്ടുവന്നു. അതെ, അപ്പോൾ അതൊക്കെ ആയിരിക്കാം പാട്ടിന് ഒരു വ്യത്യസ്തത നൽകിയത്. ചിലപ്പോൾ പല പാട്ടുകളും ഇപ്പോൾ അകലെ അകലെ നീലാകാശവും അതേപോലെ കസ്തൂരി മണക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് 3 പ്രാവശ്യം ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു മറ്റൊരു പാട്ടിനും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, 3 പ്രാവശ്യം റിലീസ് ചെയ്യാന്ന് പറയുന്നത്. അത് 3ാമത്തെ പ്രാവശ്യം റിലീസ് ചെയ്തപ്പോഴും അതിന് ഭയങ്കര അംഗീകാരം കിട്ടി. ആ പടം ഇപ്പോഴും എന്താ പറയുക ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, പക്ഷേ 3ാമത്തെ റിലീസ് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞു. ഇത് റിലീസ് ചെയ്യപ്പോഴും തിയേറ്ററിൽ നന്നായിട്ട് ഓടി, അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും ഒക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. സാർ, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടങ്ങി, ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ചോ കുളപ്പുര കല്ലിൽ വെച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. അപ്പോൾ ഈ കുപ്പിവള ചിരിച്ചുടയണമെങ്കിൽ ഞാൻ ആദ്യം നോക്കി, അപ്പോൾ ശബ്ദമായിരിക്കാം, ചിരിക്കണതിൻ്റെ ശബ്ദത്തിലാണല്ലോ കുപ്പിവള ഉടയുന്നത്, അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഈ ചിരിച്ചുടഞ്ഞതിന് ശേഷം ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കല്ലിലോ വെച്ച് മറ്റെന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ അനുവാദത്തോടു കൂടി പിടിച്ചത് ഒരു പ്രേമ സല്ലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പിടി വന്നേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കോണിലോ ഒക്കെ ഒരു പ്രത്യേക നാണം മറന്നു. അരമണി നാണം മറന്നു. അപ്പോൾ അരമണിക്ക് ആദ്യം നാണം തോന്നി. അതെപ്പോഴും അങ്ങനെയാണല്ലോ, തുടക്കം ഒരു നാണം ഉണ്ടാവും, തുടക്കം ഒരു നാണം ഉണ്ടാകും. പക്ഷേ കുപ്പിവള ചിരിച്ചുടഞ്ഞു എന്ന് പറഞ്ഞാൽ കുപ്പിവള പോലും സന്തോഷിച്ചു. അവൻ വിരൽ പിടിച്ചപ്പോൾ കുപ്പിവളയ്ക്ക് പോലും സന്തോഷമായിരുന്നു. അതെ, അവള് ഉടഞ്ഞത് അങ്ങനെ കരഞ്ഞിട്ടല്ല ഉടഞ്ഞത്, ചിരിച്ചുകൊണ്ട് ഉടഞ്ഞത്. അവളുടെ മനസ്സും വളയും വളകളും. അതെ അതെ. അപ്പോൾ അത് കാരണം അവളുടെ കൈയുടെ ചലനം ആദ്യം ഒരു ലജ്ജ കൊണ്ട്, അപ്പോഴും സ്ത്രീ അങ്ങനെയാണല്ലോ. അതെ, അതെൻ്റെ ഒരു പാട്ടുണ്ട്, വളരെ പ്രശസ്തമായ പാട്ട്. ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു, അടുത്ത നോട്ടത്തിൽ ഞൊറുവയർ കണ്ടു, ആരോരും പുണരാത്ത പൂമട്ടും കണ്ടു, പിന്നത്തെ നോട്ടത്തിൽ കണ്ണ് കണ്ടിൽ കൊണ്ടു. അതിൻ്റെ അവസാനം എങ്ങനെയെന്ന് പറഞ്ഞാൽ എവളെതിർക്കും എപ്പോഴും അവസാനിച്ചാൽ പിന്നെ ഞാൻ മാറിൽ നിന്നും മാറുകയിൽ നന്നായി. അതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം. അത് പ്രണയിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. കാരണം നമ്മൾ പ്രണയാഭ്യർത്ഥന അങ്ങോട്ട് നടത്തിയാലും ഇങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയാലും ആദ്യം അവൾ എപ്പോഴും കുറച്ച് ശരിയായിരിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് മറ്റേ പെരുമാറും, പക്ഷെ അവൾക്കായിരിക്കും നമ്മളെക്കാൾ താല്പര്യം. അത് സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഈ കുളപ്പുര കല്ലിലോ ഊട്ടുപുരയ്ക്കുള്ളിൽ അവിടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുണ്ടാവില്ല. പിന്നെ കാമുകിനും കുളിപ്പുര എപ്പോഴും കുളി നടക്കത്തില്ല. അതെ, പ്രഭാതത്തിൽ കുറച്ച് സമയം, പിന്നെ സായാഹ്നം കുറച്ച് സമയം, മധ്യാഹ്നത്തിൽ ആരും കുളിക്കാറില്ല. അതിന് പ്രത്യേകിച്ച് കുളിപ്പുരകളിൽ വരാറില്ല. ഞാൻ ജനിച്ചു വളർന്നത് ക്ഷേത്ര സംസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകളിലൊക്കെ ഒരുപാട് ഹിന്ദു ബിംബങ്ങൾ വരുന്നത്, ക്ഷേത്ര ബിംബങ്ങൾ വരുന്നത്. അപ്പം അത് വെച്ചിട്ട് ശ്രീകുമാരൻ തമ്പി ഹിന്ദു വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മറുപടിയില്ല. പക്ഷെ പൊട്ടൊക്കെ അമ്മയുടെ ഓർമ്മയാണ്. അമ്മയുടെ ഓർമ്മ, ഇത് അമ്മയുടെ ഓർമ്മയാണ്. എൻ്റെ അമ്മ 4:30 മണിക്ക് ഉണർത്തും മക്കളെ. അമ്മയ്ക്ക് ഉറക്കമില്ല, ഒരു 6-6:30 വരെ പഠിക്കണം. 6:30 മണി കഴിഞ്ഞ് പിന്നെ കുളിച്ച് തൊഴുതിട്ട് വേണം. അങ്ങനെയാണ്, കുളിച്ച് തൊഴുതിട്ടെന്നാണ്. കാരണം കുളിച്ചാൽ മാത്രം പോരാ, ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരണം. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നത് കൊണ്ട് ഈ കൂത്തമ്പലം, കുളപ്പുര ഒക്കെ എൻ്റെ കളിസ്ഥലങ്ങളായിരുന്നു. അതോടൊപ്പം ചോദിക്കാനുള്ളത്, അതിൽ അരമണി നാണം മറന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അരമണി നാണം വരേണ്ട എന്തോ ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ നാണം മറന്നു എന്ന് വെച്ചാൽ സാത്മ്യത്തിലെത്തി, അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പൊ അവിടെ ഒരു അത് ആദ്യ ശ്രമത്തിൽ അവൾ സമ്മതിച്ചില്ല. ക്രമേണയാണ് അവൾ സമ്മതത്തിലേക്ക് വരുന്നത്. അതും സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. അപ്പൊ അരമണി എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന മണി തന്നെ. അരഞ്ഞാണം. അപ്പം ശരിക്കും അത് സത്യത്തിൽ അവിടെ ഒരു സംയോഗം നടന്നിട്ടുണ്ട്. ഇറോട്ടിക്കാണ് ആ പാട്ട്. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ എല്ലാ ശാരദകളും വൈരൂപ്യങ്ങളും ഞാൻ കൊണ്ടുവരുന്ന പാട്ടിൽ. അതിൽ ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല പാട്ട്. ഞാൻ പറഞ്ഞല്ലോ, കൂത്തമ്പലത്തിൽ വെച്ചോ കഥാപാത്രത്തിന് വേണ്ടി ഇത് മാത്രം എഴുതി പാട്ടാണ്. അത് നാടകത്തിൻ്റെ തുടക്കത്തിൽ പാടുന്ന പാട്ടാണ്, നാടകത്തിൽ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. ഒരു പ്രത്യേക സന്ദർഭം അവിടെ ഇല്ല. അതും സ്ക്രിപ്റ്റ് എൻ്റെ ആയിരുന്നു. അപ്പുവിൻ്റെ സ്ക്രിപ്റ്റും ഞാനാണ് എഴുതിയത്. അത് ഒരുപാട് മാറ്റി, പിന്നെ അതിന് ഡെന്നീസ് ജോസഫ് ഒരുപാട് മാറ്റി
അപ്പോൾ എൻ്റെ ടൈറ്റിൽ ഇടണമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ഇട്ടു ടൈറ്റിൽ. കാരണം അതിൽ പകുതിയിലധികം അങ്ങേരുടെ സ്ക്രിപ്റ്റാണ്. കൂത്തമ്പലത്തിൽ ഉത്സവം എന്നുള്ള പാട്ട് മാത്രമല്ല, പല പാട്ടുകൾക്കും അങ്ങനെ ഒരു ഉണ്ട്. അമിതമായ സെക്സ് വരുമെന്ന് തോന്നുമ്പോൾ വരണം എന്ന് സംവിധായകൻ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് പൊതിഞ്ഞ് ഒതുക്കത്തിൽ കൈകാര്യം ചെയ്യും. അത് ഷുഗർ കോട്ടഡ് പില്ലായിട്ട്. അതെ അതെ. പക്ഷെ ആ പാട്ടിൽ ആ വരികൾ വരുന്ന സമയത്ത് ഈ സുനിതയും ലാലേട്ടനും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കാം സംതിങ് അതിനകത്തൊരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ചില ടോപ്പ് പാട്ടുകളിലൊന്നാണ് ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എന്ന് പറയുന്ന പാട്ട്. അതിൽ അർദ്ധനിമീലിത മിഴികൾ അലിയും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു എന്ന് പറയുന്നുണ്ട്. അവളുടെ അശ്രുബിന്ദു അയാളുടെ സ്വപ്നബിന്ദു ആവുന്ന സാഹചര്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ അതിനകത്ത് മറ്റെന്തെങ്കിലും ബിംബങ്ങൾ, ഇപ്പോൾ സൂര്യനെ പോലെയുള്ള ബിംബത്തേക്ക് സങ്കല്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ഒരു ബിംബം ഉണ്ടോ? അതേ അവളെക്കുറിച്ച് തന്നെയാണോ അത് പറഞ്ഞത്? അത് അവളുടെ അശ്രുബിന്ദു ഒരു പ്രണയ നൈരാശ്യമായിരുന്നു. അതെൻ്റെ സ്വപ്നബിന്ദുവായി മാറി എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ അവൾ ജീവിതം കണ്ടെത്തി. എന്നിലേക്ക് വന്നു. അതുകൊണ്ടാണ് അശ്രുബിന്ദു നിൻ സ്വപ്നബിന്ദു. പിന്നെ തുടർന്നും ആ ഒരു കഥ അതിനകത്തുണ്ട്. കാരണം എഴുതാൻ വൈകിയ ചിത്രകഥയിൽ 7 അഴകുള്ളൊരു നായികൻ എന്നെ അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വനി. അപ്പം നേരത്തെ വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചില്ല. വളരെ വേറെ ഒരാളുടെ കാമുകയായിരുന്നു. സിനിമയിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. സന്ദർഭമല്ല, സിനിമയിലില്ല, അതെൻ്റെ ജീവിതം. സിനിമയിൽ ഒരു ചിത്രകാരൻ കാമുകിയെ നോക്കി പാടുന്ന പാട്ടാണ്. പക്ഷേ ആ ചിത്രകാരൻ ആയതുകൊണ്ടാണ് ഞാനെപ്പോഴും ഒരു പാട്ട് എഴുതുമ്പോൾ പരകായ പ്രവേശം നടത്തുന്നത്. അതായത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അവിടെ ഉണ്ടെങ്കിലും അത് രഹസ്യമായിരിക്കും, എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ചിത്രകാരനായതുകൊണ്ടാണ് എഴുതാൻ വൈകിയ ചിത്രകഥയിലെ എന്ന് എഴുതിക്കുന്നത്. കാരണം അവൻ്റെ രോഗം അതാണ്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ 7 അഴകുള്ളൂ, 7 അഴക്, 7 വർണ്ണങ്ങൾ. അവൻ വർണ്ണങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് ചിത്രകാരൻ. അപ്പം അങ്ങനെ അവിടെ ഞാൻ ചിത്രകാരനായിട്ട് മാറും. മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് മധുചേട്ടൻ അഭിനയിച്ച പടമുണ്ട്, ഇതാ ഒരു മനുഷ്യൻ. അത് സ്ക്രിപ്റ്റൻ്റെയാണ്. അതിലെ പാട്ട് ഉടയ്ക്കുന്ന ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ എന്നൊരു പാട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല, പുക വലിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ പാട്ട് എഴുതി പറ്റൂ. ഇപ്പം ആ പാട്ട് ഐ വി ശശി അതിൻ്റെ ഡയറക്ടർ. അപ്പം ഐ ശശി സാർ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം കാരണം അയാൾ ജീവിതത്തിൽ ഈ സമൂഹം ഒതുക്കി നിർത്തിയ ഒരു നല്ല മനുഷ്യന്. അപ്പോൾ അയാളെനിക്ക് മദ്യപാനിയാവും. ഈ നമ്മുടെ കെട്ട സമൂഹം ഇങ്ങനെ നന്മ കണ്ട അയാളെ ഒതുക്കി നിർത്തുന്നു. അപ്പം അയാൾ മദ്യപാനിയായിട്ട് മാറുന്നു. മദ്യപാനിയായിട്ട് ഇപ്പോൾ ഇവർക്ക് കണ്ടില്ലേ, വീണ്ടും ആവർത്തിച്ച് പോലെ കെട്ടുപോയാണ് അയാളെന്ന്. അപ്പോൾ ആ മദ്യപാനിയായിട്ട് മാറുമ്പോൾ അത് അയാളുടെ ഒരു പ്രത്യേക ഭാര്യ കാമുക അയാൾ പിണങ്ങി പോയി. കാരണം സൊസൈറ്റി മുഴുവൻ അയാൾ ചീത്തയാണ്. പക്ഷേ അതേസമയം അയാൾ നല്ല മനുഷ്യനാണ്. ഇതാ ഒരു മനുഷ്യൻ എന്ന പടത്തിന് പേരതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ സമുദായത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇൻഡയറക്റ്റ്ലി അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അദ്ദേഹം ഒന്നു ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ ആ കഥാപാത്രമാണ്, ഞാനല്ല. അവിടെ ശ്രീകുമാരൻ തമ്പിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില പാട്ടുകൾ ശ്രീകുമാരൻ തമ്പി കടന്നു വന്നാൽ അത് രഹസ്യമായിരിക്കും, എനിക്ക് മാത്രമേ അറിയാവൂ. അതെ, നിങ്ങളാരും അറിയില്ല. അതെ, മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് എത്ര സന്ധികൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിങ്കവളിൽ, അവളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഞാൻ വിചാരിച്ചു ഇത് സമുദ്ര ഹൃദന്തവും ഈ വൈകിട്ടത്തെ ആ ഒരു അല്ല, അതുകൊണ്ടൊന്നും അവരുടെ ഒന്നാമത്തെ കാര്യം കഥാപാത്രം അതിസുന്ദരിയാണ്. ഷീലയെ അഭിനയിക്കും, ഷീലയുടെ ചെറുപ്പം. ഷീലയാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രേംനസീറാണ് പാടുന്നത്. ഈ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ, അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞു പോയത് പോയി നീ എങ്കിലും മംഗളം നേരുന്നു ഞാൻ. അങ്ങനെയാണെങ്കിലും ഞാൻ മംഗളം നേരുന്നു. ഇത്രയും പൊളൈറ്റായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാമുകൻ, ഒരു അസാധ്യ കാമുകനാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചായ കുടിച്ച് ബ്രേക്കപ്പ് ആവുമെന്നൊക്കെ പറയും, പക്ഷേ ഇത് ഒത്തിരി മുമ്പേ തന്നെ സാറ് വളരെ മുമ്പ് അത്രയും ഭംഗിയായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെ കാമുകനെ എത്രയും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കാമുകന്മാർക്കൊക്കെ അഭിമാനമായിട്ടുള്ളൊരു പാട്ടാണ് മംഗളം നേരുന്നു ഞാൻ. അതെ, എന്താന്ന് പറഞ്ഞാല് ഇന്നത്തെ കാമുകന്മാർ അധികവും പിന്നെ വിവാഹം കഴിക്കാതെ പോകുന്ന പെണ്ണിന്റെ മുഖത്ത് ആസിഡ് പിടിക്കുന്നവർ. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മധു അഭിനയിക്കുന്ന ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ്. ആ ഡോക്ടറുടെ കഥാപാത്രം പഠിക്കുന്ന കാലത്ത് പ്രണയിച്ച പെണ്ണാണ്. ഇപ്പോൾ മലയാളത്തിൽ ശ്രീവിദ്യയാണ്. അത് തമിഴിലെ നെഞ്ചുലാലയം എന്ന പടത്തിൽ വന്നതാണ്.
അപ്പോൾ നെഞ്ചൽ ആലയം എന്ന പടത്തിൻ്റെ റീമേക്കാണ് ഹൃദയവൃക്ഷേത്രം. അത് ദില്ലേക്ക് മന്ദിർ എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. ഓ. അപ്പോൾ ഇത് ഈ പാട്ടുകൾ കേട്ട് ആ പാട്ട് പോലെ ആവരുമെന്ന് വെച്ചിട്ട് വലിയ വളർന്നിരുന്നു. ഓ. ഉദാഹരണമായിട്ട് തമിഴിൽ ആ പാട്ട് എങ്ങനെ വെച്ചാൽ എങ്കിരുന്നാലും വാഴുക, എവിടെ ഇരുന്നാലും സുഖമായിരിക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ പ്ലെയിനായിട്ട് പറഞ്ഞിരിക്കുക, എങ്കിരുന്നാലും വാഴുക. ഞാൻ അവിടെ നിന്നില്ല, എങ്കിലും എവിടെ നിന്ന് ജീവിക്കുക, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കാരണം വെച്ചാൽ കഥാപാത്രത്തിൻ്റെ മനസ്സാണ്. ഞാൻ തിരക്കഥാകൃത്തായതുകൊണ്ട് എന്താണ് തിരക്കഥ എന്ന് പൂർണ്ണമായിട്ട് ചോദിക്കും. എന്താണ് കഥാപാത്രത്തിൻ്റെ അവസ്ഥ, അപ്പോൾ മാനസികാവസ്ഥ എന്ന് നോക്കി എഴുതുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ 7 വർണ്ണങ്ങളിൽ വിളർത്തട്ടെ, നീ നന്നായി തന്നെ വരണമെന്നാണ്. അന്ന് മാത്രമല്ല, എന്നുമോ ദാമ്പത്യ വല്ലരയിൽ നല്ല പൂമുട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് വരെ പറയാം. നിനക്ക് നല്ല മക്കളുണ്ടാവട്ടെ. അത് എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സുരാഹ, അങ്ങനെ എല്ലാം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാമുകനാണ്. അത് കഥ എങ്ങനെയാണ്, അവളുടെ ആ ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്ത് അവൾ രോഗിയായ ഭർത്താവിനെ കൊണ്ട് വരിക. ഭർത്താവിന് ക്യാൻസറാണ്. ഭർത്താവിനെ ചികിത്സിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടെയും ആ പുരുഷൻ്റെ നന്മ ഈ കാമുകി മനസ്സിലാക്കുന്നില്ല. കാമുകയുടെ സംശയം പഴയ പ്രതികാരം വെച്ച് ഭർത്താവിനെ കൊല്ലുമെന്നാണ്. അവിടെയാണ് ഈ കഥാപാത്രം നന്മ. പക്ഷേ അതിൽ അങ്ങനെ തകർന്നു പോകുന്നു. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഇവൾക്ക് തിരിച്ചറിയുന്നത് ആ ഭർത്താവിനെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹം മരിക്കുക. അതേപോലെ മറ്റൊരു കാമുകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ അത് സമ്മതിക്കാം. ഭർത്താവാണ്, കാമുകനല്ല. അത് ഭർത്താവും ഭാര്യ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒരു ഒന്നാം തരം ഉമണൈസ് പ്രേമസുര വേഷം ചെയ്തത്. സാധാരണ അദ്ദേഹം ചെയ്യുന്ന വേഷമല്ല. പക്ഷേ ആ കഥയുടെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം സമ്മതിച്ചതാണ്. അപ്പോൾ അതിൽ പാടം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരേ പാട്ടിൽ 4-5 കാമുകിമാരുമായിട്ട് ഒരേ പാട്ടിൽ ഈ നീലത്താമര മിഴികൾ എന്നൊരു പാട്ടുണ്ട്. അങ്ങനെ 3-4 കാമുകിമാർ ഒരു പാട്ടിനകത്ത് വരുന്ന. അപ്പോൾ കഥാപാത്രം നമ്മൾ ഒരു പാട്ടിൽ കൂടെ തന്നെ കൊണ്ടുവരും, ഇയാൾ ഇതാണെന്ന്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കുന്നത് വളരെ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്. ഇവളിത് മനസ്സിലാക്കുന്നതോടെ ഈ തകർന്നു പോകുന്നു. അങ്ങനെ ഒരു രോഗിയാവും. ആ രോഗിയായി കഴിയുമ്പോഴാണ് വളരെ സീരിയസ് ആണ്. ഇവൾ ജീവിക്കുമോ മരിക്കുമോ എന്ന് ഉറപ്പില്ലാതെ വരുന്ന അവസരത്തിലാണ് ഇയാൾ മാറുന്നത്. ഞാൻ ചെയ്ത തെറ്റാണ് ഇവിടെ അനുഭവിക്കുന്നത്, ഞാൻ നല്ല ഭർത്താവായില്ല, ഇനിയെങ്കിലും ഞാൻ എന്നെ തിരുത്തണം എന്നതാണ് ആ പാട്ടി കൊണ്ടുവരിക്കുന്നത്. അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പ് തരൂ, എനിക്ക് നീ മാപ്പ് തരൂ. വളരെ ലളിതമായിട്ട് പറഞ്ഞു. അത് കഥ അത് എല്ലാവർക്കും മനസ്സിലാകണം. ഇത് ഈ ഒരു അവസരം പല ഭർത്താക്കന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഒരു മാപ്പ് ചോദിക്കാൻ തയ്യാറുള്ളവർക്ക് മാപ്പ് ചോദിക്കാം. സ്ത്രീയുടെ ജീവിതം ഭാര്യയുടെ ജീവിതത്തിലും ഉണ്ടാകും. അതേപോലെയാണ് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ. അത് ശരിക്കും നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലെങ്കിലും കേട്ടിരുന്നെങ്കിലെന്ന് നമുക്കപ്പോൾ തോന്നും. അത്രയും വികാര തീവ്രമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വിരഹം അത്രയും ഭ്രാന്തമായിട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമെന്ന് ഉച്ചത്തിൽ പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് വീഴും. അപ്പോൾ സാർ അത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും നമ്മുടെ ഉള്ളിൽ വന്ന് വീഴുകയും ചെയ്യും. ഒരിക്കൽ മാത്രം അത് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരു ഗൽഗതമായ ഒരു പാഴ്സ്വരമായി നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ നീ അറിയുന്നില്ല. പക്ഷെ ഒരിക്കലെങ്കിലും ഓരോ പാഴ്സ്വരം ഓരോ വിളിയാണ്. അതാ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ. അത് രണ്ടാമത് ആദ്യത്തേക്ക് വരണം. എൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ കവിതകളാണ് എഴുതുന്നത്. അപ്പോൾ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒഴുകി വരുന്നു ഞാൻ. ഒഴുകി വരുന്നു ഞാൻ ഒരു ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒരു എന്ന് പറഞ്ഞാൽ പാട്ട് പോകും, അതിൻ്റെ ശക്തി പോകും. മനസ്സിലായി. അപ്പോൾ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമ്പോൾ തുടങ്ങുന്നതാണ് പാട്ടിൻ്റെ ശക്തി. പിന്നെയാണ് ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒഴുകി വരുന്നു ഞാൻ. ഈ ചുംബനപ്പൂ കൊണ്ട് മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാൻ ഉന്മതൻ ഉന്മയാം കണ്ണുനീർ അനുരാഗ തേനെന്ന് ചൊല്ലി ഞാൻ ഊട്ടാം എന്നാണ് പാടുന്നത്. അത് ശരിക്കും അതിന് തുടർന്ന് പാടുന്ന വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ കത്തിയെരിയും ഈ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലം ഉണ്ടായിരിക്കാം, മങ്ങിയ നിന്മനം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിഞ്ഞേക്കാം, അന്നോളം നീ എൻ്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന പടത്തിലെ പാട്ടാണ്. ഈ ബന്ധുക്കൾ ശത്രുക്കൾക്ക് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയിലെ ഒരു ചരിത്രമുണ്ടെന്നാണ് പറയാം. കാരണം വെച്ചാൽ അത് കഥ എൻ്റേതാണ്, തിരക്കഥ എൻ്റേതാണ്,
സംഭാഷണം എൻ്റേതാണ്, പാട്ട് എൻ്റേതാണ്, സംഗീതവും എൻ്റേതാണ്. അതെ, സാറിൻ്റെ സംഗീതം. ഞാനാണ് പ്രൊഡ്യൂസറും നിർമ്മാതാവും ഞാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഉണ്ടായിട്ടും തോന്നുന്നില്ല. പക്ഷെ ആ പടത്തിൽ ഈ സംഗീതം എടുക്കാൻ പല കാരണങ്ങളാണ്, അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സംഗീതം ചെയ്ത് തീരുമാനിക്കുന്നത് പൊതുവേ ഞാൻ പറയാനുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു പാട്ടും എഴുതാറില്ല, ഞാൻ പാട്ട് പാടുകയാണ്. പാട്ട് എപ്പോഴും പാടുകയാണ് ചെയ്യുന്നത്. ആ, ഞാൻ മനസ്സിൽ പാട്ട് ഞാനൊരു വാഗ്ഗേയകാരനാണ്. അതായത് പാട്ടും സംഗീതവും ഒരുമിച്ചാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതാണ് എൻ്റെ പാട്ടുകളുടെ പ്രത്യേകത. അപ്പോൾ ഞാനിത് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഓരോരോ സമയം ഞാൻ വേറെ ജോലി ചെയ്യുന്ന ഇടയിൽ തന്നെ എൻ്റെ മനസ്സിൽ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും, വരികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 4 വരി വന്നാൽ, 4 or 5 വരി വന്നാൽ ഞാൻ അവനെ പല്ലവിയാക്കി ഫിക്സ് ചെയ്ത് പിന്നെ എഴുതും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പല ജോലിയിട്ട് ഞാൻ അടുത്ത അനുപല്ലവി എന്താണ്, ചരണം എന്താണ്, പിന്നെ ചരണം മനസ്സിൽ പൂർത്തിയാക്കിയിട്ടേ കടലാസ് എഴുതുള്ളൂ. അപ്പോൾ അങ്ങനെ പാട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ പാട്ടിനും എൻ്റേതായ ഒരു ഈണമുണ്ട്, സംഗീതമുണ്ട്. ഉദാഹരണമായിട്ട് ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. ഇത് ദേവരാമാഷ് കൂടുതൽ സംഗീതമാണ്. എൻ്റെ സംഗീതം ദേവരാമാഷ് കേട്ടിട്ടില്ല. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നുള്ള എൻ്റെ കവിതയായിട്ട് എൻ്റെ മനസ്സിൽ വരുമ്പോൾ, കവിതയുടെ ആദ്യ വരിയായിട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല വന്നത്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നാ വന്നത്. ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു, പകൽ കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. എൻ്റെ ട്യൂൺ ഇതാണ്, എൻ്റെ സംഗീതം ഇതാണ്. പക്ഷേ ദേവരാമാഷിന് മുമ്പിൽ നമുക്ക് നമ്മുടെ സംഗീതം പറയാനൊക്കെ ഇല്ല. സംഗീതമൊക്കെ ഞാൻ ചെയ്തോളാം, പാട്ട് എഴുതിയാൽ മതി, അല്ലേ, എൻ്റെ ജോലിക്ക് ഒരു കിടക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അർജുന മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെ പറയില്ല. ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് 4-5 ട്യൂൺ ഇട്ടു, അത് ശരിയായില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കും, തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെ വന്നൊരു പാട്ടാണ് അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും. എൻ്റെ ട്യൂൺ തന്നെ. കൂത്തമ്പലിൽ വെച്ച കുഴിമത്തും എൻ്റെ ട്യൂൺ തന്നെ. ഞാൻ കന്നഡ രാഗത്ത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾപ്പിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡെന്നീസ് ഓസോ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കുറച്ച് വിപുലമാക്കി, അതിന് ഇടയ്ക്കുള്ള മ്യൂസിക്കിനകത്ത് തന്തര എന്നൊക്കെ കൊണ്ടുവന്ന് അവനെ വലുതാക്കി, മനോഹരമാക്കി സൗന്ദരാജൻ. രണ്ടാമത്തെ പാട്ട് സൗന്ദരാജനോട് പറഞ്ഞു, സാർ இந்த உங்கள் ട്യൂൺ ഞാൻ എടുത്താച്ച് അടുത്ത പാട്ട് എൻ്റെ ട്യൂണിൽ എനിക്ക് എഴുതണം. അപ്പോൾ തനന്ന തനന്ന ട്യൂൺ പാടി തന്നു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ എന്ന് മാറ്റിയത് ട്യൂൺ അനുസരിച്ച് ചെയ്തത്. അത് സൗന്ദരരാജൻ എൻ്റെ ട്യൂണാണ്. അതേ ട്യൂൺ അനുസരിച്ച് ഞാനിത് വരികളാണ്. ഈ രണ്ടും എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, രണ്ടും ഒരേപോലെ പോവും. പക്ഷേ ഞാൻ ആദ്യം എഴുതുമ്പോഴുള്ള എനിക്ക് സംതൃപ്തി ട്യൂൺ വെച്ച് എഴുതുമ്പോൾ വരില്ല. ട്യൂൺ വെച്ച് നല്ലതല്ലേ നിങ്ങൾ ചോദിക്കും. ഇപ്പോൾ മലർക്കൊടി പോലെ, വർണ്ണത്തൊടി പോലെ, പൂവിളി പൊന്നോ എല്ലാം ട്യൂൺ വെച്ച് എഴുതുക. സലീശ്വര എല്ലാം ട്യൂൺ വെച്ചാണ്, ഇളയരാജയുടെ എല്ലാം ട്യൂൺ വെച്ചാണ്. ഉണർവീ ഗാനം, താമരക്കിളി പാടുന്നു തന്തന തന്നാന തന്നാന എന്നുള്ള രാജ പാടി തന്നു. താമരക്കിളി പാടുന്നു തൈ തൈ തകത്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് തൈതൈത വന്ന പുള്ളി വളരെ ഇഷ്ടമായി. രണ്ടാമത്തെ ഒരിക്കൽ അതിൽ ഇടയ്ക്കുള്ള വരികൾ ഭയങ്കര രസമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകം എഴുതി കഴിഞ്ഞ വരി. അതങ്ങനെ വന്ന എന്തുകൊണ്ടാ ചൂൺ കൊണ്ടാ. തന്നാതനാന തന്നാതനാന തന്നാതാന പാടാൻ ഒരു ബുദ്ധിമുട്ടുമല്ലേ, എഴുതാൻ ബുദ്ധിമുട്ട്. പക്ഷെ രസമല്ലേ, കാണാതെ കാണും എന്നെന്നും അകലെയായാലും എൻ്റെ മിഴികൾ. ഇന്നത്തെ സംഗീത സംവിധായകർക്ക് ഒരു വലിയ ഗുണമെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യണ്ട. അവർ വെറുതെ കീബോർഡുമായിട്ട് ഇരുന്നിട്ട് തന്ന തന തന തനന തന്ന കൊള്ളാമോ, ഇല്ല ശരിയായില്ല, തനന്ന താനന്ന തന്നാനാന അങ്ങനെ ആയാലോ, ഇത് പറഞ്ഞാൽ മതി. ഇതിലൊന്ന് ഡയറക്ടർ അംഗീകരിക്കും, ഇത് പാട്ടെടുത്ത് തന്നെ കേൾപ്പിക്കും. പണ്ടങ്ങനെയല്ല. ഇപ്പോൾ ദക്ഷിണാമൂർത്തിയോ കെ രാഘവ മാസ്റ്ററോ ദേവരാം മാസ്റ്ററോ ബാബുക്കയോ അല്ലെങ്കിൽ അർജുനന് പോലും അവർക്ക് ട്യൂണിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ദേവരാജന്മാർ ചോദിക്കുന്നപ്പോൾ നമ്മൾ പറയുമ്പോൾ ശിവരാമ കവിതയില്ല എങ്ങനെ സംഗീതം വരും. പുള്ളി ദേവരാമ എന്നോട് ചോദിച്ചാൽ കവിതയില്ല എങ്ങനെ സംഗീതം വരുന്നു, എനിക്ക് വരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്ത് ഹാർമോണിയത്തിലാണോ സംഗീതം? അല്ല, വരികളില്ല സംഗീതം.
അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മലയാള ഭാഷ മാദകഭംഗിതൻ മലമന്ദഹാസമായി വിരിയുന്നു എന്ന് നിങ്ങൾ എഴുതുമ്പോഴാണ് ആ വരികൾ വായിക്കുമ്പോൾ ഇതിന് ഏത് രാഗം പറ്റിയിരിക്കും ഞാൻ കണ്ടുപിടിക്കുന്നു. ആ വരികളിൽ രാഗത്തിലേക്ക് പോവുക. ആ ദക്ഷിണാമൂസ്വാമി പറയും. ദക്ഷിണാമൂസ്വാമി വേറൊരു തരത്തിലാണ് പറയും. അദ്ദേഹം പറയുന്നത് ഞാൻ സംഗീത സംവിധാനം ചെയ്യുന്നത് പറഞ്ഞ വെറുതെയാണ്, ഞാൻ പാട്ട് വായിക്കുക. അതേ പറയും മാധവ തമ്പി എനിക്ക് എഴുതി തരുന്ന വരികൾ ഞാൻ സംഗീതത്തിലൂടെ പറയുന്നു. സംഗീതത്തിലൂടെ പറയുന്നു, പാടുന്നതല്ല അത് പറയുന്നത്. തമ്പി എഴുതിയ വരികൾ ഞാൻ സംഗീതത്തിലൂടെ പറയുന്നു. അത് സംഭാഷണമാണ്, അത് നിങ്ങൾ പാട്ടായിട്ട് കേൾക്കുന്നു. അതെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. മലയാള സംഗീത സംസ്കാരം അതാണ്, മലയാള പാട്ടിൻ്റെ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിങ്ങനെ ട്യൂണിലേക്ക് മാറുന്നത്. പക്ഷേ എൻ്റെ ഒരുപാട് ട്യൂൺ വെച്ചെഴുതിയ ഒരുപാട് പാട്ടുകൾ ഹിറ്റ്. ഇപ്പോൾ ശ്യാം എല്ലാ പാട്ടും ട്യൂൺ വെച്ചോ. സന്ധ്യ തന്നമ്പലത്തിൽ ട്യൂൺ വെച്ചെഴുതി. മൗനരാഗ പൈങ്കിളി ചിറകു വിടർന്നെങ്കിൽ മനസ്സാകും കൂടുവിട്ടൻ ചുണ്ടിൽ പറന്നെങ്കിൽ. പ്രണയമുണ്ടെന്ന് കാമുകന് അതുകൊണ്ട് പറയണം. അപ്പോൾ എനിക്ക് ഈ പ്രണയത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ളത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു. മൗനരാഗമാകുന്ന പൈങ്കിളി എൻ്റെ മനസ്സിൻ്റെ കൂടുവിട്ട് നീ പറന്ന് എൻ്റെ ചുണ്ടിൽ വന്നിരിക്കും. അതേപോലെ ഈ ഒരിക്കൽ നീ ചിരിച്ചാൽ അവസാനം സാർ സ്വർഗത്തിൽ ഞാൻ പോയാലും എൻ്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും എന്ന് പാടുന്നുണ്ട്. അത് സാറിൻ്റെ ആത്മാവുള്ളതായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. അതൊരു ഞാൻ പറഞ്ഞില്ലേ, ട്യൂണാണെങ്കിലും ഞാൻ ട്യൂൺ കിട്ടിയാൽ എൻ്റെ ഇപ്പം ഞാൻ ട്യൂൺ എഴുതിയ പാട്ടാണെങ്കിലും ഞാൻ എഴുതിയ പാട്ടാണെങ്കിൽ ഒരുപോലെ ഹിറ്റ്. കാരണം സലിതായി ഞാൻ കൂടെ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഞാൻ ഇളയരാജൻ കൂടെ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റ്. എന്തിന് ഞാൻ ട്യൂൺ വെച്ച് എഴുതിയ ഡബ്ബിംഗ് പാട്ടുകൾ പോലും ഹിറ്റാണ്. ഡബ്ബിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ വാർമേഘ വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കാമിനിമാർ. അപ്പോൾ എല്ലാവരും പല ആളുകളും ഇത് കാർമേഘ വർണ്ണന്മാർ പാടും. അപ്പോൾ ഒരു കാർമേഘ വർണ്ണല്ലേ, വാർമേഘ വർണ്ണം ഒരു. അപ്പോൾ ഞാനെന്ത് വാർമേഘ വർണ്ണം, വാർമേഘം എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ മേഘം എന്നർത്ഥം. വാർ എന്നുള്ള വാക്ക് ഇതിനോട് സുന്ദരം എന്ന് ആയെന്ന് അർത്ഥം വരും. വാർമേഘ ചോദിക്കാൻ അവിടെ ഈ കഥാപാത്രം അഭിനയിക്കുന്ന നടൻ്റെ ചുണ്ടും വാ ഇങ്ങനെ വന്നിരിക്കുന്നത്. തെലുങ്കിൽ വാ എന്നുള്ള ഇങ്ങനെ വാ എന്നെടുക്കുമ്പോൾ കാ ചേരത്തില്ല. അതുകൊണ്ടാണ് വാ കൊണ്ടുവന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുപോലെ ഡബ്ബിംഗ് പാട്ട് എഴുതിയപ്പോൾ അതിനകത്ത് തെലുങ്ക് പാട്ടാണ്. അപ്പോൾ തെലുങ്ക് സംസ്കാരം അതിൽ വരരുത് മലയാളത്തിൽ വരുമ്പോൾ. ഞാനങ്ങനെ ചെയ്യും. അതുകൊണ്ട് അധികം ഡബ്ബിംഗ് എഴുതിയില്ല. ഈ വാർമേഘ വർണ്ണനെ മാറ്റിയ പോലെ ഞാൻ എന്ത് ചെയ്തു, പൂന്താന കവിതകളിൽ പൂവണായ പൂത്തവന്. പൂന്താനം തെലുങ്കിലുണ്ടോ? പൂന്താനം തെലുങ്കില്ലല്ലോ. പൂന്താന കവി പൂന്താനം നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സ്വത്താണ് മഹാകവി പൂന്താനം. പിന്നെ ചെറുശ്ശേരി ഗാഥകളിൽ അലകളായി പുഴുങ്ങിയവനെ. അപ്പോൾ ചെറുശ്ശേരി പൂന്താനം വന്നപ്പോൾ അത് മലയാളം പാട്ടായി. ഇത് തെലുങ്കിൽ എടുത്താൽ ആരും പറയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ വിജയിക്കും, അതാണ് ഗുണം. ഇപ്പോൾ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ഇതൊരു അസാധ്യമായ ഭാവനയാണ്. കാരണം ചുംബനം കൊള്ളാനൊരുങ്ങി അവൾ ഇറങ്ങുകയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചെമ്പകത്തൈകൾ പൂത്ത എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയാണോ സങ്കല്പിച്ചത്? അവിടെ പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി പൊന്നമ്പിളി ഒരിക്കലും കിട്ടില്ല. പക്ഷെ എന്നാലും അത് ഒരുങ്ങി ഇറങ്ങി നടക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ഒരു കാര്യം, ഇപ്പം മഹാകവി വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ തെങ്ങിൽ നിന്ന് കോലോളം ദൂരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇത് വായിച്ചിട്ട് ചന്ദ്രനിൽ നിന്ന് നക്ഷത്രങ്ങൾ അകലം കോടാനുകോടി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അവിടെ ശാസ്ത്രമല്ല, കവിത വേറെയാണ്. അപ്പോൾ കാവ്യസങ്കല്പം എന്ന് പറയുന്നത് അതിന് ശാസ്ത്രമായിട്ട് ബന്ധമില്ല, അത് വേറൊരു. അപ്പോൾ നമ്മൾ കാഴ്ചയിൽ തൊട്ടടുത്ത് ചന്ദ്രൻ നിൽക്കുന്നു. ഇന്ന് ചന്ദ്രൻ വളരെ തൊട്ടടുത്ത് നിൽക്കുന്നു. അത് അദ്ദേഹം എഴുതിയത് തെങ്ങിൽ നിന്ന് കോലോളം ദൂരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എഴുതി. അത് വിമർശിച്ചു. എന്ന് പറഞ്ഞ പോലെ ചന്ദ്രൻ വെറും സാറ്റലൈറ്റ് അല്ലേ, സാറ്റലൈറ്റ് നക്ഷത്രത്തെ ചുംബിക്കാൻ പറ്റും. എന്ത് വിവരക്കാണ് ശ്രീമാൻ ഉപയോഗിച്ചെന്ന് ഉത്തരവില്ല. കാരണം നമ്മളതിനെ കാവ്യഭാവനയിലാണ് എഴുതുന്നത്. കാരണം മാനം നോക്കുമ്പോൾ ചെമ്പകപ്പൂ പൂത്തപോലെ ഈ അമ്പിളി അതൊരു ചുംബനം പ്രതീക്ഷിക്കുകയാണ്. അതെ, ഇറങ്ങി അത് ചലിക്കുമ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മൂവായി തോന്നുമല്ലോ. അത് മൂവ് ചെയ്യുന്നതിൽ നമുക്ക് മൂവ് ചെയ്യുന്നല്ലോ റിലേറ്റീവായിട്ട്. അപ്പോൾ അത് ചുംബനം കൊള്ളാൻ ശ്രമിക്കുകയാണ്, ചുംബനത്തിന് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും കവിഭാവനയാണ്. അത് ശാസ്ത്രവും കവിഭാവനയും കൂടെ ചേരാൻ വലിയ പ്രയാസം. ഭാവന ആ രീതിയിൽ തന്നെ വായിക്കണം. ആ രീതിയിൽ തന്നെ വായിക്കണം. അതേപോലെ തന്നെ
ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുഖിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ എന്നുള്ളതാണ്. അപ്പോൾ കണ്ണുനീരിൽ അവൾ ഓർമ്മകൾ പുഞ്ചിരിച്ചത്, അവൻ്റെ കണ്ണുനീരിൽ അവളുടെ ഓർമ്മകൾ പുഞ്ചിരിച്ചത്. ഈ പ്രണയ നൈരാശ്യത്തിൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുകൾ വരും. കാരണം എനിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായ ഒരാളാണ് ജീവിതത്തിൽ. അതുപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പറയും ഞാനെല്ലാം മറന്നു, വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ ഒരിക്കലും ആദ്യ പ്രണയം നമ്മൾ മറക്കില്ല. മറക്കുന്ന കുറേ കള്ളതാണ്, പച്ചക്കള്ളതാണ്. നമ്മൾ വേറൊരു സ്ത്രീയോട് ജീവിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, നമ്മൾ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ അതേ സമയത്തും വല്ലപ്പോഴും ഒരിക്കൽ അവളുടെ മുഖം വരും മനസ്സിൽ. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻ മുകിൽ മാലകളിൽ ഇന്ദ്രധനുസ്. വല്ലപ്പോഴേ വല്ലപ്പോഴേ വരുള്ളൂ, അതും ചില ആംഗിളിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ചിലരും ഇന്ദ്രധനുസ് എന്താ മിന്നല ഉള്ളിമിന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ വരുമെന്ന് വെച്ചു. അല്ല, ഇന്ദ്രധനുസ് മഴവില്ലാണ്. ഇന്ദ്രൻ്റെ ധനുസ്, ഇന്ദ്രൻ്റെ വില്ല്, ഇന്ദ്രൻ ഉണ്ടാക്കുന്ന വില്ലെന്നാണ്. ഇന്ദ്രൻ ആണല്ലോ മഴയുടെ ദൈവം, ആകാശത്തേക്ക് അദ്ദേഹമാണ്. ഇന്ദ്രധനുസ് ഉപയോഗിക്കാൻ അത് തന്നെ കാരണം. മഴവില്ലെന്ന് പറഞ്ഞാൽ അതിന് ഭംഗി കിട്ടില്ല. ഈറൻ മുകിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ വല്ലപ്പോഴുമാണ് ഈ ഇന്ദ്രധനുസ് മേഘത്തിൽ മഴവിൽ വരുന്നത്. അതുപോലെ എൻ്റെ മനസ്സിൽ ഇതാ ഇന്ന് നിന്റെ മുഖം എൻ്റെ മനസ്സിൽ. ഒരു കാര്യം കൂടെ ഞാൻ സങ്കല്പിച്ചു, ഇപ്പൊ ഇന്ദ്രധനുസ് ഇങ്ങനെ നിൽക്കുന്നത് പോലെ അവളുടെ പുഞ്ചിരി അവന്റെ കണ്ണുനീരിൽ ഇങ്ങനെ ഞാൻ കണ്ടു. അതെ, കണ്ണുനീരിലാണ്. അതെ, ഇന്നും എൻ്റെ കണ്ണുനീരിലാണ് പുഞ്ചിരിക്കുന്നത്. കാരണം എപ്പോഴും ഡ്യൂ ഡ്രോപ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ പിന്നെ അതിൽ പ്രതിഫലനം വരും. നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വരികളിൽ തെളിയുന്നത്. അതുപോലെ തന്നെ സാറ് ഇംഗ്ലീഷ് കൂടെ കൈകാര്യം ചെയ്ത ചില പാട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. Let us sing the song of love. Let us play the tune of love. Let us share the pangs of love. വിങ്ങലുകൾ. അതെ, let us wear the thorns of love. കാരണം പ്രണയം പലപ്പോഴും ഒരു മുൾ കിരീടമാണ്. അത് എടുക്കാനും വയ്യ, വെച്ചാൽ അത് തലമുറുകയും ചെയ്യും, നോവുകയും ചെയ്യും. അപ്പോൾ പുൽക്കിരീടം പലർക്കും ഒരു പ്രണയം പലർക്കും ഒരു മുൾക്കിരീടമാണ്. അതപ്പോൾ പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഇപ്പം ലെറ്റ് us sing the song of love, let us play the tune of love, let us share the pangs of love. അതിൻ്റെ പ്രണയത്തിൻ്റെ വിങ്ങലുകൾ, പ്രണയത്തിൻ്റെ വേദനകൾ ഷെയർ ചെയ്യുക. ലെറ്റ് us wear the thorns of love. നീ പ്രണയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൾക്കിരീടമാണത് എന്ന് അറിഞ്ഞിട്ട് എടുത്തായിരിക്കണം. അത് കൊള്ളാം. ഈ മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർക്കൊണ്ട് മലരോട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ, ഈ ആരാധകനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയാണോ എന്ന് അതെ. പക്ഷെ അതിനകത്ത് ആരോ നിന്റെ മനസ്സിലുണ്ടെന്ന് നിന്നെ കാണുമ്പോൾ അറിയാം. മനോഹരി മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ അതിനകത്തൊരു നിന്റെ മനസ്സിനകത്തൊരു ഒരു ഇതുണ്ട്, മഞ്ചമുണ്ട്, അതിലൊരുത്ത മയങ്ങുന്നുണ്ട്. അത് ഞാനാണോ, ഈ ആരാധകനാണോ എന്ന് ചോദിക്കുകയാണ്. അതെ അതെ, അതിൽ മറ്റൊരു വരി, അധരദളപുടം നീ വിടർത്തിയിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും. ഇത് ഒരു തരത്തിൽ അവളുടെ ചുണ്ട് വിടർത്തിയിട്ട് അവൻ ഉമ്മ വയ്ക്കുന്നതായിട്ട് കരുതാം. അതെ അതെ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ശലഭമായി ഞാൻ അമരും എന്ന് പറഞ്ഞാൽ ഒരു ശലഭം, ഒരു പൂവിൽ ശലഭം എങ്ങനെ വന്നിരിക്കുന്നു അതുപോലെ എൻ്റെ ചുണ്ടുകൾ വരും, വന്ന് ചേരും എന്നർത്ഥം. എൻ്റെ അപ്പോൾ ചുണ്ടും ചേരുന്നത് തന്നെയാണ്, ചുണ്ടും തമ്മിൽ ചേരുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പരസ്യമായി പറയാതെ അത് കവിതയിൽ പറഞ്ഞു, ഗൂഢമായി പറഞ്ഞു. അതെ, അത് പിന്നെ മനോഹരി മനോരഥത്തിൽ മലരൂട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ, ഈ ആരാധകനോ. അധരപുടം നീ വിടർത്തുമ്പോൾ അതൊരു മനോഹരമായ പൂവായിട്ട് മാറും. ആ പൂവിൽ വന്നിരിക്കുന്ന ശലഭമാകും എന്ന് പറഞ്ഞാൽ ഉമ്മ വയ്ക്കുന്ന അർത്ഥമുള്ളൂ. ചുണ്ടോട് ചേർത്ത് ചുണ്ടും ചേരുന്ന ചുംബനം. ഈ ചുംബനത്തെ കുറിച്ച് അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരികളിലൊക്കെ അശ്ലീലമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അശ്ലീലമില്ല, വല്ല അശ്ലീലം ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കാമം ഞാൻ എപ്പോഴും ഷുഗർകോട്ടഡ് പിൽസായിട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ കാമം പ്രേമത്തിൻ്റെ ഒരു ഭാഗമാണ്. കാമം പ്രേമത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ കാമത്തെ നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും ദേവി ദേവി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ എവിടെ പ്രണയം ഇവിടെ. അപ്പൊ അതുകൊണ്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്, കണ്ണിൽ നോക്കി കണ്ണിൽ ദാഹം തീരുമോ, മധുര യൗവന ദാഹമേളകൾ മിഴിയിൽ മാത്രം ഒതുങ്ങുമോ, കണ്ണിൽ മാത്രം ഒതുക്കാൻ പറ്റും, പ്രണയം കണ്ണിൽ മാത്രം ഒതുക്കാൻ പറ്റും, ഒരിക്കലും പറ്റില്ല. അപ്പം അത് അങ്ങനെ സത്യങ്ങൾ
നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റും. ആ അത് പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും, പാടിയേ പറ്റൂ. പ്രണയിക്കാത്ത ഒരു മനസ്സുമില്ല, അതാണ് ഉദ്ദേശം. പാടാത്ത വീണയും പാടും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രണയം ഒരു ഗന്ധർവനാണ്, അത് സംഗീതത്തിൻ്റെ ആളാണ്, എല്ലാ കലകളുടെ ആളാണ്. അപ്പോൾ പ്രണയത്തിന് അവൻ്റെ ഗന്ധർവ വിരയിൽ തൊട്ട് കഴിഞ്ഞാൽ ഏത് മനസ്സും പ്രണയിക്കും. അതേപോലെ തന്നെ നിൻമണിയറയിലെ നിർമ്മല ശൈലയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ, അതെ, അപ്പം നീ ഇങ്ങനെ വള്ളിയായിട്ട് ചുറ്റിപ്പിടിച്ച് കിടക്കുമല്ലോ എന്ന് പറയുന്ന ഒരു സാധ്യത. അതും ഞാൻ പറയുന്നത്, ഇപ്പോൾ നിന്റെ മാറിൽ കെട്ടിപ്പുണരാൻ എനിക്ക് മോഹം എന്നെഴുതുന്ന ഗാനങ്ങളുണ്ട്. നിന്റെ മാറിയുടെ നുള്ളി എടുക്കാൻ എനിക്ക് മോഹം എന്നെഴുതുന്നത്. പക്ഷേ അങ്ങനെയൊന്നും പറയാതെ നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ, എന്താണ് നിർമ്മല ശയ്യാണ്, അത് അവിടെ വേറൊരുത്തം കിടന്നിട്ടില്ല, അങ്ങനെ ഒരു അർത്ഥം, അതാണ് അർത്ഥം. ഓ, ആ ഒരു സാധ്യത എനിക്കറിയില്ല. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ, നിർമ്മലമാണത്, നിൻമണിയറയിൽ നിർമ്മല ശയ്യയിലെ നീല നിരാളമായ, അവിടെ പുതപ്പായിട്ടിരിക്കും വരണം നീ. അവിടെ ഒരു വിരി, ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ വിരിയുള്ളവിടെ, അവിടെ ആദ്യമായി പ്രണയത്തിൻ്റെ കാമത്തിൻ്റെ ഒരു വിരി വേണം. അപ്പോൾ എനിക്കിതിൻ്റെ ആദ്യ പങ്കാളിയായി വരണം എന്ന അത്രയും ഡീപ്പാണ് അതിൻ്റെ അർത്ഥം. അത് നിൻമണിയറയിൽ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിൻ ദേഹമലർവല്ലി എന്നുമിൻ വിരിമാലിൽ പടരുമല്ലോ. എങ്ങനെ അപ്പോൾ ചോദിക്കാം, ചന്ദനമണം ഊറും ഇവനെങ്ങനെ അറിഞ്ഞു? അവൻ അടുത്തതും സംസാരിച്ചപ്പോൾ തന്നെ നല്ല സുഗന്ധമാണ് അവർക്ക്. അവൾ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം അവർ നേരത്തെ ഒരു ബന്ധപ്പെടൽ, ഇവർ അത് പ്രണയമാണ്. പക്ഷേ പ്രണയത്തിൽ നിന്ന് ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ശാരീരിക ബന്ധത്തേക്കുള്ളൊരു മാറ്റമാണ് ആ പാട്ട്. അപ്പോൾ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ ചന്ദനത്തിൻ്റെ ഗന്ധമാണ്. ചില കാമുക അടുത്ത് നിന്നാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും ഏപ്പിൻ്റെ. പുണ്യവതി നിൻ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറഞ്ഞുവെങ്കിൽ ശൃംഗാരമധൂറും നിൻ ദാഹവ എന്നും എൻ മുഖത്തോട് അടുക്കുമല്ല. അങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നീയും ഞാനും തമ്മിൽ ഒരുമിക്കുന്നത്, ശാരീരികമായി ഒരുമിക്കുന്നത് എന്നാണ് പാട്ട്. ഫുൾ പാട്ടിൻ്റെ അർത്ഥം അതാണ്. അത് വിവിധ ഭാവങ്ങളിൽ പറയുന്നു. അതേപോലെ തന്നെയാണ് പെരുമ്പാവൂർ സാറിൻ്റെ ഒന്നാം രാഗം പാടി. അത് സാർ എഴുതിയത് തന്നെ വിഷ്വൽ കിട്ടിയതിന് ശേഷമാണ്. പക്ഷേ അതിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്ന അതിന് മുന്നിൽ പാടുവതും രാഗം തേടുവതും രാഗം ഈ ദേവനും അനുരാഗിയാം അമ്പലപ്രാവ എന്ന് പാടുന്നുണ്ട്. ഈ ദേവന് അനുരാഗം തോന്നുന്നതായിട്ട് ഈ പ്രാവിനെ സങ്കല്പിക്കുകയാണോ ചെയ്തത്? ശിവന് അനുരാഗിയായിരുന്നല്ലോ. വടക്കുന്നത് ശിവനല്ലേ? അപ്പോൾ ശിവനും പ്രണയിക്കുന്ന ആളാ. ശിവന് പാർവതി ഉള്ളപ്പോൾ ഗംഗയെ പ്രണയിച്ച ആളാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ ആളാണ് ശിവൻ. അപ്പോൾ പക്ഷേ ഈ പാട്ടിന് മറ്റൊരു വലിയ പ്രത്യേകത ഉണ്ട്. പത്മരാജൻ എൻ്റെ ബന്ധുവാണ്. പത്മരാജൻ്റെ 2 സഹോദരിമാർ എൻ്റെ ചേട്ടത്തിമാര്. പത്മരാജൻ്റെ സ്വന്തം ചേച്ചി എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ ഭാര്യ. അദ്ദേഹത്തിൻ്റെ വല്യമ്മയുടെ മകൾ എൻ്റെ സ്വന്തം ചേട്ടൻ, ഇപ്പം അഡ്വക്കേറ്റ് PG തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്. പക്ഷെ പത്മരാജൻ എന്നെ ഒരു പടത്തിലും പാട്ട് എഴുതിയിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മളെ ബന്ധുക്കൾ സത്രങ്ങൾ പറയില്ലേ, പല കാരണങ്ങളും എന്നെ എഴുതിച്ചിട്ടില്ല. സീസണൊക്കെ പിന്നെ വരുന്നതാണ്. ഇത് അനേക പടങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൂവാനത്തുമ്പികൾ വരുന്നത്. അപ്പോൾ തൂവാനത്തുമ്പികൾ നേരത്തെ ഒരു ഗാനരാവ് പാട്ട് എഴുതി, ഒരു വലിയ ഗാനരാവ് പാട്ട് എഴുതി. ആ പാട്ടുമായിട്ട് അദ്ദേഹം പിക്ചറൈസ് പോയി, ആ പാട്ട് കൊണ്ടുപോയി പിക്ചറൈസ് ചെയ്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഷോട്ടുകളെടുത്തു. അപ്പോൾ വടക്കനാഥൻ, പിന്നെ ഭയങ്കര മഴ പെയ്യുന്ന കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു, അങ്ങനെയുള്ള ഒരുപാട്. കാരണം ഈ അതിനകത്ത് നായകനും നായികയും തമ്മിലുള്ള പ്രണയത്തിൽ മഴ ഒരു കഥാപാത്രമാണ്. തൂവാനത്തുമ്പി കണ്ടിട്ടുണ്ട്. അതായത് പേര് തന്നെ തൂവാനത്തുമ്പികളല്ലേ. അപ്പോൾ മഴ അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട അനവധി ഷോട്ട്സ് എടുത്തു. കോരിശ്ശേരി മഴ, ചാറ്റിൽ മഴ, അങ്ങനെയെല്ലാം ഇവിടുത്തെ ഷോട്ടുകൾ. തിരിച്ചു വന്നപ്പോൾ എഡിറ്ററും സുഹൃത്തുക്കളും പ്രൊഡ്യൂസർ ഗാന്ധിപതി വാലാണ് എല്ലാവരും പറഞ്ഞു ഈ വരികളും ഷോട്ട്സുമായി ചേരുന്നില്ല സാറ്, മാറ്റൊന്ന് മാറ്റി എഴുതിയാൽ കൊള്ളാം, രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്ന നന്നാവും. അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല. അദ്ദേഹം എന്തോ ഇങ്ങനെ ഇൻസ്റ്റഡ് ചെയ്യുന്ന രീതി സംസാരിച്ചു. സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ നമ്മൾക്ക് ഈ പാട്ടെടുത്ത് ഞങ്ങളും ഒരു അഭിമാനമുള്ളവരല്ലേ. ഇപ്പോൾ നമ്മൾക്ക് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് മാറ്റി എഴുതുന്ന പറഞ്ഞ സൗകര്യമില്ലെന്ന് ഞാനും പറയും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പത്മരാജന് ഇത് മാറ്റി എഴുതിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങയുടെ പടങ്ങളിൽ ബിച്ചു തിരുവല്ല പാട്ട് എഴുതിയിട്ടുണ്ട്, ചൊനക്കർ രാമൻകുട്ടി വരെ എഴുതിയിട്ടുണ്ട്, കള്ളൻ ബോധറിൽ. ഞാൻ എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ അവർ ചർച്ച, ഗാന്ധിമാരും പത്മരാജും എല്ലാം കൂടെ ചർച്ച ചെയ്തപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഗാനരചയിതാവിൽ നിന്ന് മാറി നമ്മൾ പോകുമ്പോൾ അദ്ദേഹം താഴ്ന്ന ഒരാളുടെ പോകരുത്, തമ്പി സാർ എഴുതിയാൽ നന്നാവും എന്ന് ഗാന്ധിപതി ബാലനാണ് പറഞ്ഞത്. നിർമ്മാതാവ് തമ്പി സാർ എഴുതുന്ന ഈ പാട്ട്, കാരണം പ്രണയ ഗാനമാണ്, അതുകൊണ്ട് തമ്പി സാർ എഴുതി നന്നായിരിക്കും. പക്ഷെ അപ്പോൾ രാജൻ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ അവന് രാജൻ എന്നാണ് വിളിക്കുന്നത്,
സുഹൃത്തുക്കൾ പത്മരാജൻ സുഹൃത്തുക്കൾ പപ്പന, പപ്പന. പക്ഷെ വീട്ടിൽ രാജൻ. അപ്പം രാജൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇതുവരെ പാട്ട് എഴുതിച്ചിട്ടില്ല. അപ്പോൾ നേരെ പറയുമ്പോൾ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. ക്ഷിപ്രകോപിയാണ്. ഈ 85-ാം വയസ്സിലും ക്ഷിപ്രകോപിയാണ്. അപ്പോൾ കാലം പറഞ്ഞില്ല, ഞാൻ വിളിക്കാം. അങ്ങനെ ഗാന്ധിമാൽ എന്നെ വിളിച്ചു, സാർ ഇങ്ങനെ ഒരു സഹായം ചെയ്യണം, അല്ലാതെ വിശദമായിട്ട് പത്മരാജൻ പറയും. അപ്പോൾ പത്മരാജൻ ഫോൺ എടുത്തു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതുവരെ നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല, എനിക്ക് പാട്ട് എഴുതിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എനിക്ക് ഇൻസൾട്ട് സംഭവിച്ചു. ഇവിടെ മാറിയത എനിക്കൊരു ഇൻസൾട്ട് സംഭവിച്ചു, അതിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം, എന്നെ സഹായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാട്ട് എഴുതാം, പക്ഷെ സാധാരണ ഞാൻ വാങ്ങുന്നതിനേക്കാൾ 1000 രൂപ കൂടുതൽ വരണം ഒരു പാട്ട്. അത് പ്രശ്നമല്ല, അത് ഞാൻ ബാലിനോട് പറയാം, ബാലൻ സംസാരിക്കും. അപ്പോൾ രാജ്യം അതുമല്ല, വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ട്യൂൺ വെച്ച് എഴുതണം. അത് പ്രശ്നമല്ല, ഞാൻ ഇളയരാജയുടെയും സലീം ചൗധരിയുടെയും ശ്യാമിൻ്റെയൊക്കെ പാട്ടുകൾ ട്യൂൺ വെച്ച് എഴുതാൻ കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു അതുമല്ല, എന്താ ഞാൻ പിക്ചേഴ്സ് ചെയ്തു പോയി, ആ ഷോർട്സ് കണ്ടിട്ടാണ്. ആലോചിച്ച് നോക്കണം. ഒരു ഡയലോഗൂടെ രാജൻ പറഞ്ഞു, നമ്മൾ ഡയറക്ടർ ആയതുകൊണ്ട് അത് പറ്റുമല്ലോ. അതൊരു കൊളുത്താണ്. കാരണം പാട്ട് കേട്ടിട്ട് വിഷ്വൽസ് എടുക്കാൻ കഴിയുന്ന ഒരു കവിക്ക് വിഷ്വൽസ് ഇന്ന് പാട്ട് എഴുതാൻ പറ്റുമെന്ന് സത്യമാണ്, പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇവർ ഇറങ്ങി വരുന്നത്, മോഹൻലാലും പറഞ്ഞു വടക്കനാഥ ക്ഷേത്രത്തിൽ ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങാൻ, നമുക്ക് എടുത്താൽ തുടങ്ങാം. 1-ാം രാഗം പാടി 1-നെ മാത്രം, അതിന് രാഗത്തിന് 2 അർത്ഥമുണ്ട്, രാഗവും അനുരാഗവും. അപ്പോൾ 1-ാം രാഗം പാടി 1-നെ മാത്രം തേടി, ഒരാളെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ഷോട്ട് ഉപയോഗിച്ചു, വടക്കുന്നാഥ ക്ഷേത്രം വന്നു, പാടുവതും രാഗം നീ തേടുവതും രാഗം, രണ്ടും രാഗം. അതെ, ആ ദേവനും അനുരാഗിയാ അമ്പലപ്രാഗ്. കുഴപ്പമില്ല, കാരണം അങ്ങർക്ക് ദേഷ്യം വരില്ല, ശിവന് ദേഷ്യം വരില്ല, ശിവനും പ്രണയിയാണ്, ശിവനും അനുരാഗിയാണ്. അതുപോലെ ഈ മേഘങ്ങൾ കംപ്ലീറ്റ് ഓവർ ക്രൗഡഡായിട്ടുള്ള സ്കൈയുടെ ഷോട്ട്, നല്ല ഷോട്ട് ഉണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചപ്പോൾ ഇവരുടെ പ്രണയം അത് പറയണ്ടേ, ഇവരുടെ പ്രണയത്തിൻ്റെ ആഴം. ക്ലാരയും ജയകൃഷ്ണൻ തമ്മിലുള്ള ബന്ധമാണ് ഈ പാട്ടിൽ വരുന്നത്. അപ്പോൾ അവരുടെ പാട്ട് അതിന് പ്രത്യേക ബന്ധം, കാരണം വെച്ചാൽ വിവാഹമാകുന്ന ബന്ധമല്ല, ശരിക്കും പറഞ്ഞാൽ ആ ബന്ധം സെക്സാ കൂടുതൽ വ്യക്തമാണത്. ഈ ശാലിയ സുന്ദരമായ പ്രണയം പാർവതിയായിട്ട്, രാധയുമായിട്ട്. അപ്പോൾ രണ്ടും ഉണ്ട് അതിനകത്ത്. അതാണ് പത്മരാജൻ്റെ മാജിക്ക്. ചെറുപ്പക്കാർ ഇത് ഇഷ്ടപ്പെടും, കാരണം എല്ലാ ചെറുപ്പക്കാരും ആഗ്രഹം അങ്ങനെ, കാമിക്ക് വേണം, ഒരു ഭാര്യയും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മേഘം ആ ഷോട്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. കാരണം മഴയാണല്ലോ ഇവരുടെ ബന്ധത്തിൻ്റെ ബന്ധത്തെ ഘടിപ്പിച്ചെങ്കിൽ മഴയാണ്. മേദിനി നെഞ്ചിൽ കേട്ടു പുതിയൊരു താളം, ഇതുവരെ ഇല്ലാത്തൊരു താളമായത് ഭൂമിയിൽ കേട്ടത്. അതെ അതെ, മേദേ ഭൂമി, പുതിയ താളം, അതുവരെ കേൾക്കാത്ത ഒരു പുതിയ താളം. ഇതൊരു പുതിയ റിലേഷൻ. ആരാരെ ആദ്യം ഉണർത്തി, ആരാരുടെ നോവ് പകർത്തി, അവളോട് ഇവന് സിമ്പതി തോന്നിയോ, തിരിച്ചാ ഇവനോട് അവൾക്ക് സിമ്പതി തോന്നിയോ എന്നറിയില്ല. പിന്നെ ആരാരുടെ ചിറയിൽ ഒതുങ്ങി അറിയില്ലല്ലോ. ഇവൻ അവളുടെ ചിറയിലാണ് ഒതുങ്ങിയത്, അവൻ ഇവളുടെ ചിറയിലാണ് ഒതുങ്ങിയത്. സത്യത്തിൽ ആ കഥയിൽ അവസാനം വരെയും അത് പറയാൻ പറ്റില്ല. നോവെന്ന് പറയുമ്പോൾ പ്രണയ നോവ് ആയിട്ട് എടുക്കാം. അത് ആരാരുടെ നോവ് പകർത്തി ആരാരുടെ ചിറകിൽ ഒതുങ്ങി. നോവ് വരുമ്പോഴാണല്ലോ ചിറകിൽ ഒതുങ്ങുന്നത്. നമ്മൾ വേദന വരുമ്പോഴേ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അതിലൊരു സാധനം കൂടെ ഉണ്ട് സാറേ, ഹൃദയ സംഗമത്തിന് ശ്രീവേലികൾ തൊഴുതും കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം ആണ് അർപ്പിച്ചത്. അത് ശരിക്കും ഈ അമ്പലവുമായി അവരുടെ ആ പാട്ടിനകത്ത് ക്ലാരയില്ല. ആ പാട്ടിനകത്ത് ജയകൃഷ്ണൻ രാധയും തമ്മിലുള്ള ശാലീന സുന്ദരമായ പ്രണയമാണ്. അതാ ക്ഷേത്രം കൊണ്ടുവന്നത്. അതെ, ക്ഷേത്രത്തിന്റെ പരിശുദ്ധി ഉണ്ട് ആ പ്രണയത്തിന്. അതുകൊണ്ടാണ് കണ്ണുകളിൽ അർച്ചന, കണ്ണുകളാൽ അർച്ചന അവിടെ ഉള്ളൂ. കണ്ണുകൾ വരെ ഉള്ളൂ, കെട്ടുപിടുത്തമൊന്നും ആയിട്ടില്ല. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, അത്രേ ആയിട്ടുള്ളൂ. എല്ലാം അറിയുന്ന ഈ ഗോപുരം, ഈ ഗോപുരം എല്ലാം അറിയാം. അതല്ലാതെ വേറൊന്നും നടന്നിട്ടില്ലെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗോപുരത്തിനാണ്. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പം പുളകം പൂക്കും പൊയ്ക പറഞ്ഞു. അത് കണ്ടിട്ട് ഇപ്പോൾ അവളുടെ തങ്ക വിഗ്രഹം വിജയിച്ച സ്ഥിതിക്ക് പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, നിങ്ങൾ താമരയായിട്ട് ഇങ്ങനെ വിരിഞ്ഞോ എന്ന് അവളോട് പറയാണ്. അതാണ് ഇവളുടെ ശരീരം കണ്ടപ്പോൾ അവളുടെ അത്രയും സൗന്ദര്യം എനിക്ക് ഇല്ലാന്ന് തോന്നി താമരപ്പൂവിന്. അപ്പോൾ താമരപ്പൂ ലജ്ജിച്ചു വീളെ കണ്ടപ്പോൾ. ഇവിടെ മുഖവും ചിരിയെല്ലാം കൂടെ കണ്ടപ്പോൾ താമരപ്പൂവിന് നാണം തോന്നി. താമരപ്പൂ നാണിച്ചു. അതിലൊരു ചെറിയ ഹിന്റും കൂടെ ഉണ്ട്, നിന്റെ തങ്ക വിഗ്രഹം അതെ വിജയിച്ചു എന്നാണ്. സ്വർണ്ണ നിറമുള്ള ശരീരം, നല്ല വെളുത്ത ശരീരം എന്നർത്ഥം.
നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, പൊന്നിറവുള്ള മുഖം. അല്ല സാർ, അത് ക്ലാരിറ്റി വരുത്താൻ ചോദിക്കാം. അവളാകുന്ന തങ്കവിഗ്രഹമല്ല, അതെ, അല്ലല്ല, നിന്റെ തങ്ക തങ്കവിഗ്രഹം വിഗ്രഹം. അതെ വിജയിച്ചു. അതെ, നിന്റെ തങ്ക വിഗ്രഹം, നിന്റെ ഈ രൂപം, നിന്റെ ശാരീര സൗന്ദര്യം, ഭാവം, നിന്റെ മുഖം എല്ലാം വരും അതിനകത്ത്. അത് താമരപ്പൂവിനേക്കാളും സൗന്ദര്യമുള്ളതാണ്. സൗന്ദര്യമുള്ളതാണ് എന്ന് താമരപ്പൂവിന് തോന്നി. ആ, അതുകൊണ്ടെന്ത് താമരപ്പൂ നാണിച്ചു. അതെ, എന്നേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുണ്ട് എന്ന് താമരപ്പൂവിന് തോന്നി. അതാണ് താമരപ്പൂ നാണിച്ചു, നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു എന്ന് പറഞ്ഞാൽ നീ എന്നെ കണ്ടിട്ട് താമരപ്പൂ നാണെന്ന് തോന്നി. പുളകം പൂക്കും പൊയ്ക പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞ പൊയ്ക എന്ത് പറഞ്ഞു? കുളം പറഞ്ഞു, യുവതി നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പൂവായി ഇവിടെ നിന്നു. കാരണം അപ്പോൾ നീ എൻ്റെ ഭാഗമാകുമല്ലോ. അതിൽ സ്വാർത്ഥതയുണ്ട്, പൊയ്യക്കൊരു സ്വാർത്ഥത. കാരണം നീ അകത്ത് നിൽക്കുന്ന വല്ലപ്പോഴും വന്നെൻ്റെ വെള്ളം കോരുന്നല്ലാതെ നീ ഒരു കാര്യം, നീ എന്നിൽ പൂവായിട്ട് വിടർന്ന് നിൽക്കുക, എനിക്ക് സമ്മതം. അത്രയും സുന്ദരിയായിരുന്നു. അതെ, അത്രയും സുന്ദരിയായിരുന്നു. അല്ല, ആ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്ന വിജയശ്രീയാണ്. ശാരീരിക സൗന്ദര്യത്തിൽ അവൾ പ്രത്യേകതയുള്ള നടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഭാവന അങ്ങനെ സ്വാഭാവികമായിട്ട് അതും ഒരു നമ്മുടെ പ്രചോദനമായിരിക്കും, ഒരു ഫാക്ടർ ആയിരിക്കാം. ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ എന്ന് പറയുന്നത് ഔസേപ്പച്ചൻ സാറിൻ്റെയാണ്. പക്ഷേ ഇത് ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഓട്ടോഗ്രാഫിൽ എഴുതി കാണുമ്പോഴാണ് ഈ വരികൾ ശ്രദ്ധിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് ഇതൊരു സിനിമാ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, നമ്മുടെ മലയാളത്തിലെ പ്രഗത്ഭമതികൾ എന്നറിയപ്പെടുന്ന സംവിധായകരിൽ കൂടുതൽ ആളുകൾ എന്നെ കൊണ്ട് പാട്ട് എഴുതിയിട്ടില്ല. ഭരതൻ എഴുതിച്ചിട്ടില്ല, KG ജോർജ് എഴുതിച്ചിട്ടില്ല, ജോഷി എഴുതിച്ചിട്ടില്ല. ജോഷി പാട്ട് എഴുതാൻ പറഞ്ഞ ഒരേ ഒരു പടമായത്. എൻ്റെ കാര്യം അറിയാം, ഒരു പാട്ടേ ഉള്ളൂ, അത് നന്നാവണം. ഔസേപ്പച്ചൻ എന്നാൽ ട്യൂണനുസരിച്ച് എഴുതിയതാണ്, ഔസേപ്പച്ചൻ്റെ ഈണം അനുസരിച്ച് എഴുതിയതാണ് പാട്ടാണ്, ഒരു പാട്ടേ ഉള്ളൂ. ബാക്കി നമ്മുടെ സേതുവാദൻ സാറ് പോലും അദ്ദേഹത്തിന് എൻ്റെ വഴിയൂടെ എനിക്ക് പടം വന്നിട്ടില്ല. 2 പടങ്ങളിൽ അദ്ദേഹം ഇപ്പം ഞാൻ പ്രവർത്തിച്ചത് നിർമ്മാതാവ് നിർബന്ധം കൊണ്ടാണ്. കാരണം തമ്പിയെ മാറ്റാൻ പറ്റില്ലെന്ന് നിർമ്മാതാവ് പറഞ്ഞുകൊണ്ടാണ് സേതുവാദം സംഭവിച്ചത്. അപ്പം അവരൊക്കെ വയലാറിൻ്റെ ആൾക്കാരായിരുന്നു, പി ഭാസ്കറിൻ്റെ ആൾക്കാരായിരുന്നു. എനിക്ക് കിട്ടിയത് മുഴുവൻ അടിപ്പടങ്ങളാണ്. ലോട്ടറി ടിക്കറ്റ്, ഡേഞ്ചർ ബിസ്ക്കറ്റ്, ടാക്സിക്കാർ, CID നസീർ. അതിലെല്ലാം മനോഹരമായ. അല്ല, ഞാൻ എന്ത് ചെയ്തു, ആ പരിമിതി ഞാൻ മനസ്സിലാക്കി, എൻ്റെ പാട്ട് ഞാൻ നന്നാക്കി. അതേ ടാക്സിക്കാരന് പറ്റിയ പാട്ട് എഴുതിയില്ലെങ്കിൽ എവിടെ നിൽക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഇപ്പോൾ ടാക്സിക്കാർ, ലോട്ടറി ടിക്കറ്റ്, ഡേഞ്ചർ ബിസ്ക്കറ്റ്, കണ്ണൂർ ഡീലക്സ്, കൊച്ചിൻ എക്സ്പ്രസ്, ഇതെല്ലാം ജനം മറന്നു. പക്ഷെ ആ പാട്ട് പറഞ്ഞിട്ടില്ല. ഈ പാട്ട് ഈ പടങ്ങൾ ആരും ഓർക്കുന്നില്ല. പക്ഷെ ആ പാട്ടുകൾ ഇപ്പോഴും നിൽക്കുന്നു. അത് എൻ്റെ ഒരു വാശിയായിരുന്നു. കാലം അനുകൂലമാകുന്നില്ലേ, ഞാൻ കാലത്തിന് അനുകൂലമാക്കും. തൊട്ടാൽ വീഴുന്ന പ്രായം, പെണ്ണിന് കെട്ടാൻ പറ്റിയ പ്രായം, കെട്ടിപ്പുണരാൻ ഓടി വരുമ്പോൾ കെട്ടഴിച്ചോടാൻ മോഹം, പെണ്ണിന് വിട്ടുപിരിയാൻ മോഹം. ഇത് അവളുടെ ഒരു സ്വതന്ത്ര മോഹമാണോ? എന്താണ് സാർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസിങ് സോങ് ആണ്, കളിയാക്കി പാടുന്നതാണ്. അതൊരു ശരിക്കുള്ള പ്രണയഗാനമല്ല. അല്ല, രണ്ടുപേർക്കും ഇഷ്ടമാണ്, പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് ഭാവിക്കുന്നു. അപ്പോൾ അയാൾ പിന്നാലെ വന്ന് അപ്പോൾ അവളും അത് രസിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ പാട്ടുകൾ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് അങ്ങേര് തിരിച്ചറിയുന്നുണ്ട് എന്നാണ്. തൊട്ടാൽ വീഴുന്ന പ്രായം, പെണ്ണിനെ കെട്ടാൻ പറ്റിയ പ്രായം, കെട്ടിപ്പിടിക്കാൻ ഓടി വരുമ്പോൾ കെട്ടഴിച്ചോടാൻ മോഹം, വിട്ടുപിരിയാൻ മോഹം. അപ്പോൾ വെറുതെ നീ ഭാവിക്കുകയാണ്, നീ ഇത് അഭിനയിക്കുകയാണ്, ഈ മോഹം നിൻ്റെ വെറും പ്രകടനമാണ് അതാണ് പാട്ടിലുടനീളം. അതാണ് അപ്പോൾ അങ്ങനെ ഒരു ടീസിങ് സോങ്, അതിനൊരു പ്രണയഗാനമായിട്ട് എടുക്കാൻ പറ്റില്ല.